യൂറോപ്പിൽ കർത്താവിൻ്റെ സഭ രൂപപ്പെടുന്നതിന് മുൻപ് ഈ ഭാരത മണ്ണിൽ, നമ്മുടെ ഭാരത മണ്ണിൽ കർത്താവിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടു. ആരാൽ? മാർത്തോമാ ശ്ലീഹായാൽ. ചിലർ പറയും അതൊരു ഐതിഹ്യമാണ്. അത് നമ്മുടെ വല്യപ്പൻ പറഞ്ഞ ഒരു കഥയല്ല, ഒരു ലോജിക്ക്. വല്യപ്പന്മാർക്ക് ചില ലോജിക്കുണ്ട്. ആ ലോജിക്ക് വളരെ പ്രസക്തമാണ്. മാർത്തോമാ ശ്ലീഹായെ ഇവിടെ അടക്കിയില്ലെങ്കിൽ മൈലാപ്പൂരിൽ അസ്ഥി കിടക്കുമോ എന്ന് ചോദിച്ചു. അവരുടെ ഒരു ലോജിക്ക് ചോദിച്ചാൽ. പക്ഷെ ഒരു ലോജിക്കിൽ വെച്ച് ഏറ്റവും വലിയ ലോജിക്ക്, മാർത്തോമാ ശ്ലീഹായാണ് ഞങ്ങളുടെ സഭാപിതാവെന്ന് അവകാശപ്പെടുന്ന ലോകത്തിൽ ഇതുപോലെ മറ്റൊരു ക്രൈസ്തവ സമൂഹം ലോകത്തിലില്ല. That is a living proof that Saint Thomas is the founder of this apostolic church. ഈ മാർത്തോമാ ശ്ലീഹാ സ്ഥാപിച്ച സഭ, മലങ്കര അപ്പസ്തോലിക സഭ, അപ്പസ്തോലികമായ സഭ എന്നുള്ളത് റഷ്യയിലെ സഭയ്ക്ക് അവകാശപ്പെടാനാവില്ല. എന്നാൽ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകമുള്ള നമുക്ക്, മാർത്തോമാ ശ്ലീഹായുടെ കൂട്ടായ്മയിലുള്ള സകലർക്കും അഭിമാനമായി സമ്പത്തായിട്ടുള്ള കാര്യമാണ് ഈ അപ്പസ്തോലികത. ഈ കത്തോലിക്ക സഭയിൽ ഈ മാർത്തോമാ പൈതൃകമുള്ള രണ്ട് സഭകളാണ്, സിറോ മലബാർ സഭയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയും. മാർത്തോമാ ശ്ലീഹാ അപ്പസ്തോലനായി സഭാപിതാവായി കരുതുകയും വിശ്വസിക്കുകയും ആഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന രണ്ട് സഭാ സമൂഹങ്ങളാണ് മലങ്കര കത്തോലിക്ക സഭയും സിറോ മലബാർ സഭയും. ഈ കത്തോലിക്ക സഭാ സമൂഹത്തിന് പുറത്ത് മലങ്കര ഓർത്തഡോക്സ് സഭ, മലങ്കര യാക്കോബായ സഭ, മാർത്തോമാ സഭ, തൊഴിയൂർ ഇൻഡിപെൻഡൻറ്റ് ചർച്ച് ഓഫ് മലബാർ, അതോടൊപ്പം തന്നെ CSI സഭാ സമൂഹത്തിലെ ഒരു വിഭാഗം, മധ്യ കേരള മഹാ ഇടവക എന്ന ആ കൂട്ടായ്മയിലെ ഒരു ഭാഗം, ഇത്രയും സഭാ സമൂഹങ്ങളാണ് മാർത്തോമാ ശ്ലീഹായുടെ സഭാപിതാവായി അംഗീകരിക്കുന്ന സഭാസമൂഹം. ലോകത്തിൽ അനേകം നൂറുകണക്കിന് സഭകൾക്ക് ലഭിക്കാത്ത അനന്യമായ ഒരു സ്ഥാനമാണ് ഒരു അപ്പസ്തോലൻ സ്ഥാപിച്ച സഭ എന്നത് നാം ഓർക്കണം. It is not a casual thing that we have an apostle, but it is the definite plan of God that Saint Thomas he had to come to India and lay the foundation of a church. നമ്മൾ ഓർക്കേണ്ട കാര്യം, കൊളോണിയൽ സിസ്റ്റത്തിൽ ഇന്ത്യയിൽ വന്നതല്ല യേശുവിൻ്റെ സഭ. You please bear with me for my explanation. ബ്രിട്ടീഷുകാർ വന്നപ്പം തോക്കിൻ്റെ കൂടെ കൂട്ടത്തിൽ കൊണ്ടുവന്നതല്ല യേശുവിൻ്റെ സഭ ഇന്ത്യയിൽ. അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടാകാം. ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കണമെന്ന് തൻ്റെ തിരുനാവിൽ നിന്ന് കർത്താവ് പറഞ്ഞത് തൻ്റെ ചെവി കൊണ്ട് കേട്ട തോമാ ശ്ലീഹാ എന്ന അപ്പസ്തോലൻ വന്ന് ഈ മണ്ണിൽ കാലുകുത്തി സുവിശേഷം പ്രചരിപ്പിച്ച് സ്ഥാപിച്ചതാണ് ഇന്ത്യയിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭ. ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ കൊളോണിയൽ പ്രോഡക്റ്റ് അല്ല ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റി. They have their reasons, not the logical ones, but they have their hidden agendas to fulfill. That is why they say Christianity came to India with the British and the missionaries. അല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിന്റെ കുടുംബത്തെക്കുറിച്ച് നീ അറിയുമ്പോൾ നിന്റെ കുടുംബത്തിൻ്റെ ആദ്യത്തെ പിതാവിനെ നീ അറിയണം. It is not based on a story, but it is based on a story of a person. മാർത്തോമാ ശ്ലീഹായാണ് എൻ്റെ സഭയുടെ പിതാവ്, എൻ്റെ സ്ഥാപക പിതാവ് എന്ന് പറയുന്നത്. ചില ആളുകൾ തിരിച്ച് മാറിവാനേശ് പിതാവാണ് മലങ്കര സഭയുടെ സ്ഥാപകനെന്ന് പറയും. അതൊരു വികാരപരമായ അടുപ്പം കൊണ്ട് പറയുന്ന, പക്ഷേ ഹിസ്റ്റോറിക്കലി ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. മാർത്തോമാ ശ്ലീഹായാണ് നമ്മുടെ സഭയുടെ സ്ഥാപകൻ. Unfortunately, for certain centuries, we were away from the Catholic communion.
But by the providence of God, we have come back to the communion in 1930 with the heroic leadership of Archbishop Mar Ivanios, servant of God. We got it back. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഒന്നേ ഉള്ളായിരുന്നു, എന്താ? കത്തോലിക്ക കൂട്ടായ്മയുടെ പൈതൃകം. അത് നമുക്ക് തിരികെ കിട്ടി. We are fully inserted in the Catholic communion.